ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ രണ്ടാം ദിവസത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. 5 സ്പോട്ടുകൾ പരിശോധിച്ചെന്നും ഒന്നും കണ്ടെത്തിയില്ലെന്നും DIG MN അനുച്ഛേദ് വ്യക്തമാക്കി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നാണ് DGPയുടെ പ്രതികരണം. നാളെയും കുഴിച്ചുള്ള പരിശോധന തുടരും. മണ്ണുമാന്തി പരിശോധനയുടെ രണ്ടാം ദിനം, സ്പോട്ട് നമ്പർ 2. രാവിലെ 11 മണിയോടെ പ്രത്യേക അന്വേഷണ സംഘം സാക്ഷിയുമായി നേത്രാവതി സ്നാനഘട്ടത്തിന് അരികിലേക്കെത്തി. ഫോറൻസിക്, ഫോറസ്റ്റ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ടായിരുന്നു. മണ്ണുമാന്താനുള്ള തൊഴിലാളികളുമായി നേരെ വനത്തിനുള്ളിലേക്ക്. പൂർണ്ണമായും തൊഴിലാളികളെ കൊണ്ട് മണ്ണ് മാന്തിയായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. വനത്തിനുള്ളിലായതിനാൽ തന്നെ മണ്ണുമാന്തി യന്ത്രം അകത്തേക്ക് കൊണ്ടുപോകാനായില്ല. ഇടയ്ക്കു പെയ്ത മഴയും തെരച്ചിൽ ദുസ്സഹമാക്കി. ഉച്ചയോടെ രണ്ടാം സ്പോട്ടിലുള്ള പരിശോധന കഴിഞ്ഞു. കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. ഉച്ചയ്ക്ക് ശേഷം DGP പ്രണബ് മൊഹന്തി ആദ്യമായി ധർമ്മസ്ഥലയിലെത്തി മണ്ണുമാറ്റി പരിശോധന നടത്തുന്ന സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: ಪ್ರಾರಂಭಿಕ ಹಂತದಲ್ಲಿ ಇದೆ, ಇನ್ನು ಮುಂದೆ ಬಹಳ ದಿನ ಇದೆ ಇನ್ವೆಸ್ಟಿಗೇಷನ್, ಈಗೇನು ಕೇಳಲಿಕ್ಕೆ ಹೋಗಬೇಡಿ. 5 സ്പോട്ടുകളിലെ പരിശോധന കഴിഞ്ഞു. കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് കൂടുതൽ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലങ്ങളിലേക്ക് പരിശോധന കടക്കുന്നത്. ചില സ്പോട്ടുകൾ റോഡിന് തൊട്ടടുത്താണ്. ഇനി കുഴിക്കുന്നതും പരിശോധനയുമൊക്കെ ഒരുപക്ഷെ നേരിൽ കാണാനും കഴിഞ്ഞേക്കും. എന്തായാലും ശുചീകരണ തൊഴിലാളി പറഞ്ഞ വഴിയെ ഓരോ സ്ഥലവും പരിശോധിച്ച് തന്നെയാണ് SIT നീങ്ങുന്നത്. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.